ഷുഹൈലാണ്. നമ്മൾ പല സ്ഥലത്തും നമ്മൾ കാറ്ററിംഗ് ബോയ്സും നമ്മളൊക്കെ പോകലുണ്ട്. രാവിലെ 11:30 ഭക്ഷണം, ഗസ്റ്റുകൾക്ക് ഭക്ഷണം തുടങ്ങും. 3 മണിക്ക് 3:30 നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കല്. ഇന്നൊരു മാതൃക കേട്ടാ ഫിറോസാക്ക. ആദ്യം ഭക്ഷണം കഴിക്കുക, ഇന്നിട്ട് എന്ത് ചെയ്താൽ മതി, സർവീസ് ചെയ്താൽ മതി. അപ്പം എല്ലാവരും രാവിലത്തെ പ്രഭാത ഭക്ഷണം കഴിക്കുകയാണ്. നമുക്ക് സാധാരണ കിട്ടലുണ്ടടാ? സാധാരണ കിട്ടില്ലല്ല. നമുക്ക് സാധാരണ ഇല്ലല്ല, നമുക്ക് സാധാരണ കിട്ടില്ല. സാധാരണ രീതിയിൽ ഒരാളും നമുക്ക് തരില്ല. മൂപ്പരാടൻ മാതൃകയാണ്. ഈ മാതൃക എല്ലാവരും പഠിക്കണം. എന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ കുട്ടികളെ ഏകദേശം 8 മണി 11 മണിക്കുള്ള സൈറ്റിക്ക് 8 മണിക്ക് വരും. ആ 8 മണിക്ക് സൈറ്റിക്ക് അമ്മവിന് ഭക്ഷണം, ചെക്കന്മാർക്ക് ഭക്ഷണം കിട്ടില്ല. എപ്പോഴും അറിയാം, 3:30 മണിക്ക് കയറും. എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇതെല്ലാവർക്കും സർവ് ചെയ്യുന്ന പയ്യന്മാർ ഈ പയ്യന്മാരാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മാതൃക നല്ലൊരു മാതൃകയാണ്. അത് നമ്മളെ ഏൽപ്പിക്കുമ്പോൾ തന്നെ ആദ്യം പറഞ്ഞെന്താ, സർവീസ് ബോയ്സേക്ക് ഭക്ഷണം കൊടുത്തിട്ട് മതി, ബാക്കിയുള്ള കാര്യം നല്ല പൊറാട്ടയും നല്ല മുട്ടക്കറിയും കൊടുത്തു. ഒരുപാട് നന്ദി. ഇതിൻ്റെ റിസൾട്ട് കാണിക്കണം കേട്ടാ. അതിനെ പറ്റി യാതൊരു ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ഇതല്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞില്ല. ഉഷാറായില്ലേ? ഭക്ഷണം കഴിച്ചില്ല? എന്താ പ്രശ്നം? ഉഷാറല്ലേ? ടെൻഷൻ ഇല്ലല്ലോ? എളാപ്പോടെ എളാപ്പൊന്നും കാണണല്ല. ഇൻഷാ അല്ലാ. ഭക്ഷണം കഴിച്ചില്ല? രാവിലെ നമ്മള് നേരത്തെ ഭക്ഷണം പയ്യന്മാർക്ക് ഭക്ഷണം കൊടുത്തത് നമ്മളെ ക്യാപ്റ്റന്. സർവീസ് എന്താ പാട്? ഉഷാറല്ലേ? അപ്പൊ നമ്മള് ഭക്ഷണമൊക്കെ റാഫേഖാനോട് ഒരുപാട് നന്ദിയുണ്ട്. എന്താ വെച്ചാല് പല മേഖലയിലും പല സ്ഥലത്തും നമ്മൾ ഫുഡ് വെക്കാൻ പോയിട്ടില്ല, കാറ്ററിംഗ് ചെയ്യാൻ, സർവീസ് ചെയ്യാൻ പോയിട്ട് നേരത്തെ രാവിലെ ഭക്ഷണം കഴിച്ച നമ്മള് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. നിങ്ങളോ? ആദ്യമായിട്ടാണ്. അപ്പൊ ഒരുപാട് നല്ല മനസ്സുള്ളവർക്ക് അങ്ങനെ കഴിയുള്ളൂ. ഇൻഷാ അല്ലാ. ഇനി ഉദയമാർക്കുള്ള സൽക്കരണം ചെയ്യട്ടെ. ഇൻഷാ അല്ലാ. ഓക്കെ. പരിപാടി കഴിഞ്ഞിട്ടാ. എളാപ്പന്റെ പരിപാടിയാണ്. ഇത് ഫിറോസ്ഖാന്റെ വൈഫ്. ഇതാരാണ്? പെങ്ങള്, മൂത്തച്ചി. നമ്മള് രാവിലെ പരിചയപ്പെട്ട്. മൂത്തച്ചി ജാഷിന്റെ.